ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കാടമുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് പറയുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വന്നപ്പോൾ അതിലേക്ക് കാടമുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് കാടമുട്ട ഒന്ന് വേവിച്ചെടുത്ത് നമുക്ക് തൊലിയൊക്കെ പൊളിച്ച് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ കാടമുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 15 ചെറിയുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയുള്ളി ഒന്ന് വാടി വരട്ടെ. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വലിപ്പമുള്ള ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 20-25 ഒക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ ചെറിയുള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സവാള കനം കുറച്ചരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് 4 ചേർത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഈ ഉള്ളിയും സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് പകരം സവാള മാത്രമായിട്ടും ഇത് ചെയ്യാം. കുറച്ചും കൂടി ടേസ്റ്റ് ചെറിയുള്ളി എടുക്കുമ്പോഴാണ്. ഇപ്പോൾ ഉള്ളിയും സവാളയൊക്കെ ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് വരയ്ക്കും ഒന്ന് വാട്ടിയെടുക്കണം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും പെരുംജീരകവും കൂടി പൊടിച്ചിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറണ വരയ്ക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി ചേർക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് നോക്കുക. എൻ്റെ കയ്യിൽ പഴുപ്പ് കുറവായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മുട്ട റോസ്റ്റിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വെച്ച് തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണ വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വേവ് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഉടച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിക്കാത്ത വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. തിളച്ച വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് റോസ്റ്റാണ് ചെയ്യണത്. അപ്പോൾ കുറവ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒരു നുള്ള് ഉപ്പും ഒരു നുള്ള് മുളക് പൊടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തൊലി പൊളിച്ച് വെച്ചിട്ടുള്ള കാടമുട്ട ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കാടമുട്ട ഇവിടെ ഫ്രൈ ആയിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും നമ്മുടെ മുട്ട റോസ്റ്റിന് ഉണ്ടാവുക. പഞ്ചസാര താല്പര്യമില്ലെങ്കിൽ ചേർക്കണം എന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ മുട്ടയിൽ ഈ മസാലയൊക്കെ നന്നായി പിടിച്ച് നല്ല ഗ്രേവിയൊക്കെ തിക്കായി വരണ വരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ എത്രയാണോ ചാറിൻ്റെ ഇതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാടമുട്ട റോസ്റ്റാണ് ഇത്. അപ്പോൾ
തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.